നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളൊക്കെ കാണുന്ന താരങ്ങളിൽ മിക്കവാറും ആളുകൾ വലിയ യാതനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നവരായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ പലപ്പോഴും അറിയാറില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ശ്രമിക്കാറുമില്ല. മിന്നത്തിളങ്ങുന്ന ഇന്നത്തെ ജീവിതത്തിന് അപ്പുറം മിക്കവാറും താരങ്ങൾക്ക് ദുരിതം നിറഞ്ഞ ഒരുപാട് ഭൂതകാല സംഭവങ്ങൾ അല്ലെങ്കിൽ ദുരിതകാലമൊക്കെ ഉണ്ടായേക്കാം. അത്തരത്തിൽ ഒന്നാണ് നടി സണ്ണി ലിയോണിൻ്റെ കഥയും. ഇന്ന് ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമോ അല്ലെങ്കിൽ അതുക്കും മേലെയോ ആണ് സണ്ണി ലിയോണിൻ്റെ സ്ഥാനം. കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിറഞ്ഞതായിരുന്നു സണ്ണിയുടെയും ചെറുപ്പകാലം. അതിനൊക്കെ മാറ്റം വരാൻ നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നതായിരുന്നു സണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും. നഴ്സ് ആവുക എന്നതായിരുന്നു കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. കാനഡയിലായിരുന്നു സണ്ണിയുടെ ജനനം. പിന്നീട് അവർ അമേരിക്കയിലേക്ക് മാറുകയും ചെയ്തു. കുട്ടിക്കാലത്ത് സണ്ണി ലിയോൺ ചെയ്യാത്ത ജോലികളില്ല എന്നുള്ളത് സണ്ണി ലിയോൺ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു കടയായിരുന്നു അവർക്ക് ആദ്യമുണ്ടായിരുന്നത്. ഇതിന് അച്ഛനും അമ്മയും സണ്ണിയെ സഹായിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും കിട്ടുന്നത് ചെറിയ വരുമാനം മാത്രമായിരുന്നതിനാൽ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതിനാൽ മറ്റു പല ജോലികളും ചെയ്യാൻ സണ്ണി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പല സമ്പന്നരുടെയും വീടിന് മുന്നിലെ മഞ്ഞ് നീക്കം ചെയ്യുന്ന ജോലി ഏറ്റെടുക്കാൻ സണ്ണി മുന്നോട്ട് വന്നത്. പൂന്തോട്ടം വൃത്തിയാക്കലും പത്രവിതരണവും ആ വീടുകളിലെ കുട്ടികളെ നോക്കുന്ന ജോലിയുമൊക്കെ അതിനൊപ്പം ചെയ്യുകയും ചെയ്തു. എന്നാൽ 2011 ബിഗ് ബോസ് ഹിന്ദി പതിപ്പിലൂടെയാണ് സണ്ണി ലിയോൺ പുറത്തേക്ക്, അതായത് വെള്ളി വെളിച്ചത്തിലേക്ക് കൃത്യമായി കടന്നു വരുന്നത്, സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ ബോളിവുഡ് സംവിധായകനായ മഹേഷ് ഭട്ടാണ് നടിക്ക് ഒരു സിനിമ അവസരം തുറന്നു കൊടുത്തത്. ജിസം പാർട്ട് 2 സണ്ണി ആദ്യം അഭിനയിക്കുന്നത്. സണ്ണി അഭിനയിച്ച ഈ ജിസം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. അതോടെ സണ്ണി ലിയോണും സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് ജാക്ക്പോട്ട്, ഹേറ്റ് സ്റ്റോറി 2, ഏക് പഹേലി ലീല തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സണ്ണി ലിയോൺ നായികയായി. ഇന്ന് 56 മില്യൺ ഫോളോവേഴ്സാണ് സണ്ണി ലിയോണിനുള്ളത്. ഈ കണക്ക് മറ്റൊന്നുകൂടി പറഞ്ഞ് ചേർത്ത് വെച്ചാലേ നിങ്ങൾക്ക് ബോധ്യമാകൂ. അതായത് ഷാരൂഖ് ഖാനേക്കാളും നയൻതാരയേക്കാളും മുന്നിലാണ് ഈ സണ്ണി ലിയോണിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം.